ഭയങ്കരം പേടിപ്പെടുത്തുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന്റെ പെനീസ് കട്ട് ചെയ്തിട്ട് ടോയ്ലറ്റിലേക്ക് എറിഞ്ഞു. It's very tough to cut a penis and all, first thing, but it's possible. നമ്മളെ പഴയ ക്ഷൗരം ചെയ്യുന്ന കത്തി ഉണ്ടല്ലോ, ആ കത്തി വെച്ച് കട്ട് ചെയ്യുന്നതാണ്. ഇറ്റ്സ് വെരി ടഫ്. ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, ഉദ്ധാരണക്കുറവ്, മിക്ക ആണുകളിലും കാണുന്ന ഒരു സെക്ഷുവൽ ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയുന്നത് ഉദ്ധാരണക്കുറവാണ്. ഇത്തരം രോഗികൾ ജനറലി കാണപ്പെടുന്ന ഒരു യങ് ആയ പോപ്പുലേഷൻ ആയിരിക്കും. അവർക്ക് കുറവുണ്ടാവും, ആങ്ഷൈറ്റി ഉണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും, ബ്രെയിനിൽ ഉണ്ടാവുന്ന ചെറിയ ട്യൂമേഴ്സ്, ഇഡി ഉണ്ടാക്കാം, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കാം, സ്പൈനൽ കോഡ് പ്രോബ്ലംസ്. ആ മെക്കാനിസത്തിന് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായാൽ മതി. ലീക്ക്, വീനസ് ലീക്ക് എന്ന് പറയും. ലീക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ദേ വിൽ നോട്ട് ഗെറ്റ് ഗുഡ് ഇറക്ഷൻ. ഈ സെക്ഷുവൽ പ്രോബ്ലംസ് ഉണ്ടാവും. നമ്മൾ സിനിമയിലായാലും കാണുന്നത് ഫസ്റ്റ് നൈറ്റ്, നെക്സ്റ്റ് ഡേ എന്തെങ്കിലും പുരുഷന് പ്രശ്നമുണ്ട്, ഡിവോഴ്സ്. നല്ലൊരു സെക്ഷൽ ലൈഫ് ഏതൊരു ബന്ധത്തിന്റെയും മൂലാധാരമാണ്. അപ്പോൾ ഇതൊന്നും അൺമോണിറ്റഡ് ആയി ചെയ്യേണ്ട കാര്യങ്ങളല്ല. പക്ഷെ ടെസ്റ്റോസ്റ്ററോൺ ഈസ് എസെൻഷ്യൽ ലൈഫ് ലൈൻ ടു എ മെയിൽ ബോഡി. ഹൗ ടു ബൂസ്റ്റ് ടെസ്റ്റോസ്റ്ററോൺ? ഫാറ്റ് കംപ്ലീറ്റ്ലി കട്ട് ചെയ്യാൻ നിന്നാൽ നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ് കുറയും. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് ഒരു ഹെൽത്തി ലെവൽ ഓഫ് ടെസ്റ്റോസ്റ്ററോൺ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ടെസ്റ്റോസ്റ്ററോൺ ഡെഫിഷ്യൻസി കൊണ്ട് എന്തൊക്കെ ഇറക്ടൈൽ പ്രോബ്ലം മാത്രമല്ല, അതിന്റെ മൂഡ് കുറച്ച് കുറയും. ഫിമെയിൽ ഈക്വൽ ടു ഈസ്ട്രജൻ, മെൻ ഈക്വൽ ടു ടെസ്റ്റോസ്റ്ററോൺ എന്ന് വെച്ചാൽ ടെസ്റ്റോസ്റ്ററോൺ പോയി ഇഞ്ചക്ഷൻ എടുത്താൽ ഗുണത്തേക്കാൾ വളരെ ദോഷമുണ്ടാവും. ഒരു നോർമലായ ആള് വളരെ മൈന്യൂട്ട് ലെവലിൽ ബോഡിയിൽ കൂട്ടുന്ന രീതിയിലുള്ള ഇഞ്ചക്ഷൻസ് ആണ് എഫക്റ്റീവ്. വയാഗ്ര എന്തോ തെറ്റായ മെഡിസിൻ എന്ന് പറയുന്ന ആളുകളുണ്ട്. സോ വാട്ട്സ് ദിസ് തിങ് വിത്ത് വയാഗ്ര? എന്താണ് വയാഗ്ര? നെഞ്ചുവേദനയ്ക്ക് വേണ്ടി വരേണ്ട മരുന്നായിരുന്നു, അവസാനം അത് പെനിസിന്റെ വേദന മാറ്റി എന്ന് പറയാം. ഉദാഹരണം വളരെ ബെറ്റർ ആയി വൺസ് ദേ സ്റ്റാർട്ടഡ് യൂസിങ് മെഡിസിൻ. സോ ഇറ്റ്സ് കോൾഡ് ആക്സിഡന്റൽ ഡിസ്കവറി. ഹെൽത്തി ആയിട്ടുള്ള മെയിലൊക്കെ വളരെ സേഫ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു മരുന്നാണ്. അതർ സൈഡ് എഫക്ട്സ് ഉണ്ട്. ഈ സെക്ഷുവൽ പ്രോബ്ലംസ് ഉണ്ടാവും. നമ്മൾ സിനിമയിലായാലും കാണുന്നത് ഒരു ഫസ്റ്റ് നൈറ്റ്, നെക്സ്റ്റ് ഡേ എന്തെങ്കിലും പുരുഷന് പ്രശ്നമുണ്ട്, ഡിവോഴ്സ്. ഇതാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഡോക്ടർ പറഞ്ഞു അവരുടെ പാർട്ട്നേഴ്സ് കൂടെ വരുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം. പക്ഷെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന നെക്സ്റ്റ് ഡേ ഡിവോഴ്സ്ഡ് ആണ്. അത്തരത്തിലുള്ള ഒരു മെൻ സെക്ഷുവൽ ഹെൽത്ത് ഈക്വൽ ടു ഡിവോഴ്സ് എന്നുള്ള ആ ഒരു സംഭവത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇന്ന് കാണുന്ന ഡിവോഴ്സിന് പല ഡിവോഴ്സസിന്റെയും വൺ ഓഫ് ദ റീസൺ ഇറക്ടൈൽ പ്രോബ്ലംസ് ആയിരിക്കും. ഇറക്ടൈൽ പ്രോബ്ലംസ് വരുമ്പോൾ ഒരു പുരുഷൻ ഡിഫറെന്റ് ആവുന്നു, അവന് കോൺഫിഡൻസ് കുറയുന്നു, ചിലപ്പോൾ സംശയങ്ങൾ വരുന്നു ഭാര്യയോട്. ഇതെല്ലാം അവരുടെ എന്താ പറയാ, അവരുടെ റിലേഷൻഷിപ്പിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നുണ്ട്. സോ ഇറ്റ്സ് ഇതൊരു ജിക്സോ പസിൽ എന്ന് പറഞ്ഞില്ല നമ്മൾ നേരത്തെ, അതുപോലെ തന്നെയാണ്. ലൈക്ക് ഇറ്റ്സ് ഓൾ കണക്റ്റഡ് ആണത്. അപ്പോൾ ഒരു ഉദാഹരണം അല്ലെങ്കിൽ നല്ലൊരു സെക്ഷൽ ലൈഫ് ഏതൊരു ബന്ധത്തിന്റെയും മൂലാധാരമാണ് അല്ലെ, വളരെ ഇമ്പോർട്ടന്റ് ആണത്. അപ്പൊ അതിന് ലൈക്ക് ഇന്ന് നമ്മൾ അതിന് ടാബു അസോസിയേറ്റഡ് ആയിട്ടൊന്നും വെക്കേണ്ട കാര്യമില്ല. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ്, ജസ്റ്റ് ലൈക്ക് ഫുഡ്, വാട്ടർ എന്നൊക്കെ പറഞ്ഞ സൺലൈറ്റ് പോലെ സെക്സ് ഈസ് ആൾസോ വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് അവർ ലൈഫ് എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അല്ലാതെ ഐ തിങ്ക് ഇപ്പോ ചേഞ്ചസ് ആർ കമ്മിങ് ഓൺ. പണ്ടത്തെ മാതിരി അണ്ടർ ദ റാപ്സ് ഒന്നും അല്ല. സെക്ഷൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോ പലപ്പോഴും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അച്ഛനമ്മമാർ കൊണ്ടുവരുന്നുണ്ട് ഇവർക്ക് തമ്മിൽ പ്രോബ്ലം ഉണ്ടെന്നൊക്കെ. ഇറ്റ്സ് ഗുഡ്. In a way I feel really good. അവരുടെ പ്രോബ്ലം അവർ പോയി അച്ഛനോട് നമ്മൾ ഷെയർ ചെയ്തത്, ദാറ്റ്സ് ഗുഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ശാസ്ത്രീയമായ രീതിയിൽ മിക്കവാറും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. ബയോളജിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫിമെയിൽ ഈക്വൽ ടു ഈസ്ട്രജൻ, മെൻ ഈക്വൽ ടു ടെസ്റ്റോസ്റ്റെറോൺ. ആ സമയത്ത് മെയിൽ ഹോർമോണിന് മാത്രമേ നമുക്ക് ടെസ്റ്റോസ്റ്റെറോണിനെ കുറിച്ച് അറിയുള്ളൂ. അതിനേക്കാളും ഡീപ്പർ ആയിട്ട് വാട്ട് ഈസ് ടെസ്റ്റോസ്റ്റെറോൺ? ടെസ്റ്റോസ്റ്ററോൺ ഒരു നമ്മുടെ ശരീരത്തിൽ കുറെ ഹോർമോൺസ് ഉണ്ട്. ഓക്കെ, പുരുഷന്റെ ഒരു ലൈഫ് ലൈൻ ആണ് ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയും. നമ്മളുടെ പുരുഷന്മാരിലുള്ള എല്ലാ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന ടെസ്റ്റോസ്റ്ററോൺ ലെവൽസിന്റെ ഇത് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ടെസ്റ്റോസ്റ്ററോൺ എന്ന് വെച്ചാൽ ടെസ്റ്റോസ്റ്ററോൺ പോയി ഇഞ്ചക്ഷൻ എടുത്താൽ ഗുണത്തേക്കാൾ വളരെ ദോഷമുണ്ടാവും. ഒരു നോർമലായ ആള് ടെസ്റ്റോസ്റ്ററോൺ ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കാറുണ്ട് ടെസ്റ്റോസ്റ്ററോൺ കുറവുള്ള ആൾക്കാർക്ക്. നോർമലായ ആള് ടെസ്റ്റോസ്റ്ററോൺ ഇഞ്ചക്ഷൻ എടുത്താൽ എന്തുണ്ടാവും വെച്ചാൽ ടെസ്റ്റോസ്റ്ററോൺ വിൽ ഗെറ്റ് കൺവേർട്ടഡ് ടു ഈസ്ട്രാഡയോൾ, അതായത് ഈസ്ട്രജനിലോട്ട് കൺവേർട്ട് ആവും. അവർക്ക് ഗൈനക്കോമസ്റ്റിയ പോലും ഉണ്ടാവും, അതായത് സ്ത്രീകളുണ്ടാവും സ്ഥലങ്ങൾ പോലെ വളർച്ച പോലും ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും അൺമോണിറ്റഡ് ആയി ചെയ്യേണ്ട കാര്യങ്ങളല്ല. പക്ഷെ ടെസ്റ്റോസ്റ്ററോൺ ഈസ് എസെൻഷ്യൽ ലൈഫ് ലൈൻ ടു എ മെയിൽ ബോഡി. ഓക്കെ, അപ്പോൾ ഈ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് കുറയുമ്പോൾ അത് ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ടാവുന്ന ഉദാഹരണ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ വളരെ ചാൻസസ് വളരെ കുറവാണ്. ഫോർ എക്സാമ്പിൾ, ഒരു റെക്ടൽ പ്രോബ്ലം ഉള്ള രോഗികൾ വരില്ല, അതിലൊരു 5-6% ആൾക്കാർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ ടെസ്റ്റോസ്റ്ററോണിന്റെ കുറവുണ്ടാവുള്ളൂ. ചിലപ്പോഴെങ്കിലും ടെസ്റ്റോസ്റ്ററോൺ വളരെ മിസ്അണ്ടർസ്റ്റുഡ് മോളിക്യൂളാണ്. ഈ ടെസ്റ്റോസ്റ്ററോണിന് ഒരു സിർക്കേഡിയൻ റിതം ഉണ്ട്. അതായത്
നമ്മൾക്ക് ഏറ്റവും ഹയസ്റ്റ് ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാവുന്ന സമയം എന്ന് വെച്ചാൽ രാവിലെ 8 മണിക്കും 9 മണിക്കും ഇടയിലാണ്. ഓക്കെ. ഓക്കെ, ആ അപ്പോൾ സമയത്താണ് പുരുഷൻ ഭയങ്കര എനർജി ആയിട്ടുള്ളത്. അങ്ങനെയല്ല, അത് നോർമൽ വാല്യൂ നമ്മൾ എടുക്കുന്നത് ആ സമയത്തെ ടെസ്റ്റോസ്റ്ററോൺ ആണ്. ഓക്കെ. ഇത് പലർക്കും അറിയില്ല. ഇവർ പോയിട്ട് ഈവനിങ് പോയിട്ട് ടെസ്റ്റോസ്റ്ററോൺ ചെക്ക് ചെയ്യും. ടെസ്റ്റോസ്റ്ററോൺ ജനറലി 300 നാനോഗ്രാം പെർ ഡെസിലിറ്റർ, അതാണ് ടെസ്റ്റോസ്റ്ററോണിന്റെ നോർമൽ വാല്യൂ. 300, അതിന് മുകളിലുള്ളത് നോർമൽ, അതിന് താഴെയുള്ളത് അബ്നോർമൽ. ഓക്കെ, വൈകുന്നേരം 5 മണിക്ക് പോയിട്ട് ടെസ്റ്റോസ്റ്ററോൺ ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിന്റെ വാല്യൂ വിൽ ബി സംവെയർ അറൌണ്ട് 180 200 ആയിരിക്കും. അപ്പോഴേക്കും ടെൻഷനായി ആകെ ഓടിപ്പിടിച്ച് ഒബിയിൽ വരാറുണ്ട് ചില രോഗികൾ. നമ്മൾ ഇതെപ്പോഴാണ് ചെക്ക് ചെയ്തേ, രാവിലെയാണോ, ഏർലി മോർണിംഗ്. ആക്ച്വലി ഐഡിയലി ടെസ്റ്റോസ്റ്ററോൺ ഷുഡ് ബി ചെക്ക്ഡ് ഇൻ ഏർലി മോർണിംഗ് 8 to 9 AM ഫാസ്റ്റിംഗ്. ഈ സമയത്താണ് നമ്മൾ ടെസ്റ്റോസ്റ്ററോൺ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അതാ ചോദിക്കാറ് തന്നെ. അപ്പോൾ എപ്പോഴും ഈ ലാബ് റിപ്പോർട്ടും ഇതുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ടെസ്റ്റോസ്റ്ററോണിന്റെ ലെവൽസ് വേണ്ടത് ഒരു ഹെൽത്തി മെയിൽ ബോഡിക്ക് ഭയങ്കര അത്യന്താപേക്ഷിതമാണ്. ഇത് പ്രായം ചെല്ലും തോറും ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ് കുറയാറുണ്ട് പലർക്കും. ചിലർക്ക് ഏർലി ആയിട്ട് ടെസ്റ്റോസ്റ്ററോൺ ഡെഫിഷ്യൻസീസ് കാണാം. 50കളിലും 60കളിലൊക്കെ ഏർലി ആയിട്ട് ടെസ്റ്റോസ്റ്ററോൺ ഡെഫിഷ്യൻസീസ് കാണാം. അപ്പൊ ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെന്റ്സ് കൊടുക്കേണ്ടി വരാറുണ്ട്. ഹൗ ടു ബൂസ്റ്റ് ടെസ്റ്റോസ്റ്ററോൺ? ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് കുറവുള്ള ആണുങ്ങൾ ഉണ്ടാവുന്ന ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഇവർക്ക് ടെസ്റ്റോസ്റ്ററോൺ കൂട്ടാൻ പറ്റുന്നത് നാച്ചുറലി? ത്രൂ ഫുഡിലായി കഴിഞ്ഞാലും ത്രൂ എക്സസൈസിലായി കഴിഞ്ഞാലും ഹൗ ടു ബൂസ്റ്റ് ടെസ്റ്റോസ്റ്ററോൺ? ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒന്ന് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്യാം. ഹെൽത്തി ലൈഫ് സ്റ്റൈലിന് പല പാർട്ടുണ്ട്. ഫസ്റ്റ് തിങ്, ഗുഡ് ഫുഡ് എന്ന് വെച്ചാൽ ഫാറ്റ് കട്ട് ചെയ്തിട്ടുള്ള ഫുഡ് ഗുഡ് ഫുഡ് അല്ല. ഓക്കെ, ഫാറ്റിൽ നിന്നാണ്, ഹെൽത്തി ഫാറ്റ്സിൽ നിന്നാണ്, കൊളസ്ട്രോൾസ് കിട്ടുന്നതാണ് ഈ ടെസ്റ്റോസ്റ്ററോൺ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫാറ്റ് കംപ്ലീറ്റ്ലി കട്ട് ചെയ്യാൻ നിന്നാൽ നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ് കുറയും. സെക്കൻഡ് തിങ്, ഒബിസിറ്റി കുറയ്ക്കുക എന്ന് പറയും. ഒബീസ് ആവുന്ന ആൾക്കാരിലുള്ള ഒരു പ്രോബ്ലം വെച്ചാൽ ടെസ്റ്റോസ്റ്ററോൺ ഈ ഒബിസിറ്റി, ഈ അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയും, ഈ ഫാറ്റ് ടിഷ്യൂവിൽ നിന്ന് വെച്ചിട്ട് ടെസ്റ്റോസ്റ്ററോണിനെ അവർ കൺവേർട്ട് ചെയ്ത് ഈസ്ട്രോജൻ ആക്കും. ഈസ്ട്രോജൻ ഈസ് എ ഫീമെയിൽ ഹോർമോൺ. അപ്പോൾ ഒബിസിറ്റി കൂടുതലുള്ള ആൾക്കാർക്ക് ഈസ്ട്രോജന്റെ അളവ് ടെസ്റ്റോസ്റ്ററോണിന്റെ അളവിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിരിക്കും. ഓക്കെ, ഐഡിയലി ദ ഗുഡ് റേഷ്യോ ഫോർ ടെസ്റ്റോസ്റ്ററോൺ ടു ഈസ്ട്രാഡയോൾ ഷുഡ് ബി 10:1. 10 ടൈം ടെസ്റ്റോസ്റ്ററോൺ ഇൻ മെയിൽ ബോഡി, മെയിൽസിൽ പറയുന്നത് കേട്ടോ, നോട്ട് ഇൻ ഫീമെയിൽസ്. 10:1 ആയിരിക്കണം. അപ്പോൾ ഒബിസിറ്റി കൂടുതലുള്ള ആൾക്കാരിൽ ഈസ്ട്രാഡയോളിന്റെ അളവ് കൂടുതലായിരിക്കും. ഈ 10:1 എന്നുള്ളത് ചിലപ്പോൾ 10:2 ആവാം, 10:3 ആവാം, ഇതൊക്കെ വരാം. അപ്പോൾ ദാറ്റ് വിൽ ആക്ച്വലി അതൊരു നല്ല മീഡിയം അല്ല, അത് അവൈലബിൾ ടെസ്റ്റോസ്റ്ററോൺ കുറവാന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഒബിസിറ്റി കുറയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യാം. എക്സസൈസ് തന്നെ നമ്മൾ 2 തരത്തിലാകാം. ഒന്ന് കാർഡിയോ വർക്ക്ഔട്ട് ആൻഡ് സ്ട്രെങ്ത് ട്രെയിനിങ്. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. കാർഡിയോ വർക്ക്ഔട്ട് വിൽ ബേൺ യുവർ ഫാറ്റ് ഗുഡ്, സ്ട്രെങ്ത് ട്രെയിനിങ് വിൽ ബിൽഡ് യുവർ മസിൽസിലാണ് ടെസ്റ്റോസ്റ്ററോൺ മെറ്റബോളിസം നടക്കുന്നത്. അപ്പോൾ മസിൽസ് ഇംപ്രൂവ് ചെയ്യും തോറും ടെസ്റ്റോസ്റ്ററോണിന്റെ അളവും കൂടാറുണ്ട്. ബയോ അവൈലബിൾ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് ബെറ്റർ ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് തിങ്. നെക്സ്റ്റ് തിങ്, വേറൊരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആയ സ്ലീപ്പിലാണ് നമ്മുടെ എല്ലാ ഹോർമോണിന്റെയും കളികൾ വരുന്നത്. അപ്പോൾ നല്ല സ്ലീപ്പ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് ഒരു ഹെൽത്തി ലെവൽ ഓഫ് ടെസ്റ്റോസ്റ്ററോൺ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിലെ ആണുങ്ങൾക്ക് പെട്ടെന്ന് ടെസ്റ്റോസ്റ്ററോൺ കുറയുന്നത്? അല്ലെ വൈ ഡു മെൻ ഇൻ ടുഡേസ് ഏജ് അവർക്ക് എന്തുകൊണ്ടാണ് ലോ ടെസ്റ്റോസ്റ്ററോൺ ഉള്ളത്? മെയിൻലി അതൊരു ലൈഫ് സ്റ്റൈൽ പ്രോബ്ലം ആണ്. ഒബിസിറ്റി ഈസ് വെരി റാമ്പന്റ്. ഒബിസിറ്റി ഭയങ്കര റാമ്പന്റ് ആണ്. സെക്കൻഡ് തിങ്, ലൈക്ക് ഡയറ്റ് ചിലപ്പോൾ ന്യൂട്രീഷണലി ഡിപ്ലീറ്റഡ് ഡയറ്റ്, പല ക്രാഷ് ഡയറ്റ്സ് ഒക്കെ പലരും ഫോളോ ചെയ്യുന്നുണ്ട്. വെറുതെ ഇരിക്കുന്ന പുരുഷന്മാരിൽ, ഒന്നും ജോലിയൊന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് TV കാണുന്ന പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് കുറവാണെന്ന് പറയുന്നത് ശരിയാണോ? വെറുതെ ഇരിക്കുന്ന പുരുഷന്മാരിൽ അത് വളരെ ബ്രോഡായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആക്ച്വലി വെറുതെ ഇരിക്കുന്ന ആൾക്കാർ, സെഡൻറ്ററി ഹാബിറ്റ് ഉള്ള ആൾക്കാരിൽ അവർക്ക് എക്സസൈസ് കുറയും. ഞാൻ പറഞ്ഞ എക്സസൈസ് കുറയുന്നു. അപ്പോൾ അവർക്ക് സാർക്കോപ്പീനിയ, മസിൽസിന്റെ അളവ് കുറയുന്നു. അവരിലൊക്കെ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ള മെന്നേക്കാളും കുറവ് തന്നെയായിരിക്കാനാണ് ചാൻസ്. അതിന് ഒരു ശാസ്ത്രീയമായിട്ട് പഠനങ്ങളുണ്ടോ എന്ന് വെച്ചാൽ പഠനങ്ങളുണ്ട്. സെഡൻറ്ററി ഹാബിറ്റ് ഉള്ള ആൾക്കാരിൽ ഒബിസിറ്റി കൂടുതലായിരിക്കും, സാർക്കോപ്പീനിയ ഉണ്ടാവും. അപ്പോൾ ഡെഫിനറ്റ്ലി അവരിൽ എക്സ്പെക്ട് ചെയ്യേണ്ടത് ലോ ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ടെസ്റ്റോസ്റ്ററോൺ ഷോർട്സ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഉണ്ടോ?
ആളുകളിലേക്ക് കൊടുക്കുന്ന ടെസ്റ്റോസ്റ്ററോൺ ഷോട്ട്? ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെന്റ് ചെയ്യാറുണ്ട്. പലർക്കും ടെസ്റ്റോസ്റ്ററോൺ ഡെഫിഷ്യൻസീസ് ഉള്ള ആൾക്കാരുണ്ട്. ചിലപ്പോൾ ഒരു 50-60 ആൾക്കാരിൽ ടെസ്റ്റോസ്റ്ററോൺ ഡെഫിഷ്യൻസീസ് കാണാറുണ്ട്. അപ്പോൾ ഈ ടെസ്റ്റോസ്റ്ററോൺ ഡെഫിഷ്യൻസി കൊണ്ട് എന്തൊക്കെ ഇറക്ടൈൽ പ്രോബ്ലം മാത്രമല്ല, അവരുടെ മൂഡ് കുറച്ച് കുറയും. മൂഡ് കുറയും, ഒരു മസിൽ ലോസ് ഉണ്ടാവും, ദേ വിൽ സ്റ്റൂപ്പ്, നടക്കുമ്പോൾ ഒക്കെ സ്റ്റൂപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരിൽ നമുക്ക് ടെസ്റ്റോസ്റ്ററോൺ ഡെഫിഷ്യൻസിയുടെ ഫീച്ചേഴ്സ് ഉള്ള അവരെ ബോഡിയിലുള്ള ഹെയർ കുറഞ്ഞുകൊണ്ടിരിക്കും. അതൊക്കെ കുറെ ആൾക്കാരിലെങ്കിൽ അത് കാണാറുണ്ട്. പുരുഷന്മാർ ഒരു കുറച്ച് മുതിർന്ന പുരുഷന്മാർ 60കളിലൊക്കെ ഉള്ള പുരുഷന്മാരിൽ കാണാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരിൽ നമ്മൾ ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെന്റ് കൊടുക്കാറുണ്ട്. അത് ബേസിക്കലി ഡിപ്പോ ഇഞ്ചെക്ഷൻസ് എന്ന് പറയും. നമുക്ക് സബ്ക്യൂട്ടേനിയസ് ആയിട്ടുള്ള കൊടുക്കുന്ന ഇഞ്ചെക്ഷൻസ് ആണ്. അത് ഡിപ്പോ എന്ന് വെച്ചാൽ അത് പതുക്കെ പതുക്കെ ഒരു സ്റ്റഡി ലെവൽ ഓഫ് ടെസ്റ്റോസ്റ്ററോൺ നമ്മുടെ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യും. അത് ഷോർട്സ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന ഒരു IV ഷോട്ട് അല്ല, അത് ഒരു സിമ്പിൾ സബ്ക്യൂട്ടേനിയസ് അല്ലെങ്കിൽ ഇൻട്രാമസ്കുലർ ലെവലിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. മസിലിന്റെ ഉള്ളിലോട്ട് അതിന് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് അത്ര ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ട് ഇഞ്ചെക്ഷൻസ് ഒന്നും അല്ല അത്. അപ്പോൾ അത് ചെയ്താൽ ഒരു 3 മാസമൊക്കെയാണ് ജനറലി അതിന്റെ സമയം. അപ്പോൾ എന്നിട്ട് നമ്മൾ ഒരു ടെസ്റ്റോസ്റ്ററോണിന്റെ ലെവൽസ് ചെക്ക് ചെയ്ത് നോക്കും. അതിനനുസരിച്ച് നമ്മൾ അതിനെ മോഡുലേറ്റ് ചെയ്യും, ഡോസിങ് മോഡുലേറ്റ് ചെയ്യാറുണ്ട്. ഇതൊരു പ്രാക്ടീസാണ്, സയന്റിഫിക്കലി പ്രൂവൺ പ്രാക്ടീസാണ്. പിന്നെ ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരിൽ നേരെ മറിച്ച് ടെസ്റ്റോസ്റ്ററോൺ ഷോട്ട്സ് എടുക്കുക, ഇറക്ഷന് മുമ്പ് ടെസ്റ്റോസ്റ്ററോൺ ഷോട്ട് എടുക്കുക എന്നൊക്കെ വെച്ചാൽ അതിനൊരു സയന്റിഫിക് എവിഡൻസ് ഇല്ല. കാരണം ഇറക്ടൽ പ്രോബ്ലത്തിന്റെ ഒരു പ്രൈമറി റീസൺ ആയിട്ട് ടെസ്റ്റോസ്റ്ററോൺ ഒരിക്കലും വരുന്നില്ല. ഓക്കെ, അപ്പോൾ ടെസ്റ്റോസ്റ്ററോൺ നമ്മൾ കൊടുക്കുന്നത് ഷോർട്ടായിട്ട് കൊടുത്തോണ്ട് ഒരു കാര്യമില്ല. അതിനൊരു ഒരു എന്താ പറയാ, വളരെ മൈന്യൂട്ട് ലെവലിൽ ബോഡിയിൽ കൂട്ടുന്ന രീതിയിലുള്ള ഇഞ്ചെക്ഷൻസ് ആണ് എഫക്റ്റീവ് അതിനകത്ത്. അല്ലാതെ ഒരു ഷോർട്ടായിട്ട് കൊടുക്കുമ്പോൾ ഒരു സ്പൈക്ക് പോലെ വന്നാൽ ആ ടെസ്റ്റോസ്റ്ററോൺ കൺവേർട്ട് ചെയ്ത് ഈസ്ട്രജൻ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതിനൊന്നും ഒരു ശാസ്ത്രീയമായ യാതൊരു അടിസ്ഥാനവും ഇല്ല. ഒരു പാർട്ടിക്ക് പോകുന്നതിന് മുമ്പ് ടെസ്റ്റോസ്റ്ററോൺ ഷോട്ട് എടുക്കുക അങ്ങനെയൊക്കെ പറഞ്ഞ അതൊക്കെ വെറും എന്താ പറയുക പണ്ടത്തരം പറയാനുള്ളൂ. നമ്മൾ സിനിമയിലാണ് ഏറ്റവും കൂടുതൽ കണ്ടത് വയാഗ്ര. വല്ല എന്തെങ്കിലും ഹണിമൂൺ സീൻസിനോ അല്ലെങ്കിൽ ഒരു സെക്സ് കണ്ടന്റ് ആയിട്ടുള്ള ഒരു സീൻസിനോ നമ്മൾ കാണുന്നതാണ് വയാഗ്ര ടാബ്ലറ്റ്സ് യൂസ് ചെയ്യുന്നത്. വയാഗ്ര ഒരുപാട് തെറ്റിദ്ധാരണയുള്ള മെഡിസിൻ ആണ് നമ്മളുടെ ഇടയിൽ. വയാഗ്ര എന്തോ തെറ്റായ മെഡിസിൻ എന്ന് പറയുന്ന ആളുകളുണ്ട്. സോ വാട്ട്സ് ദിസ് തിങ് വിത്ത് വയാഗ്ര? എന്താണ് വയാഗ്ര? വയാഗ്രയെ കുറിച്ച് വളരെ രസകരമായ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു ഡ്രഗാണ്. ബേസിക്കലി ഇറ്റ്സ് ആൻ ആക്സിഡന്റൽ ഡിസ്കവറി വയാഗ്ര എന്ന് വെച്ചാൽ. വയാഗ്ര ആദ്യമായിട്ട് ഇപ്പൊ ഫൈസറിന്റെ പ്രൊപ്രിയറ്ററി ഡ്രഗ് ആയിരുന്നു വയാഗ്ര സിൽഡനാഫിൽ നിന്നാണ് വയാഗ്രയുടെ ഉള്ള കണ്ടന്റ് പേര്. ആ മരുന്ന് ആക്ച്വലി ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത് ആൻജൈന, അതായത് ചെസ്റ്റ് പെയിൻ ഉള്ള മരുന്നായിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. നെഞ്ചുവേദനക്കുള്ള മരുന്നായിട്ട്. അപ്പോൾ അവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫൈസർ എന്നുള്ള കമ്പനി അവർ ട്രയൽ നടത്തുമ്പോൾ കുറെ ആൾക്കാർക്ക് നെഞ്ചുവേദനയ്ക്ക് വേണ്ടി കൊടുത്തു. നെഞ്ചുവേദനയ്ക്ക് യാതൊരു വലിയ കാര്യമായ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോ ഗുണമില്ല എന്നുള്ള കാര്യം മനസ്സിലായപ്പോൾ ഫൈസർ ആസ് ദ പാർട്ടിസിപ്പൻസ് ടു റിട്ടേൺ ദ ടാബ്ലറ്റ് റിട്ടേൺ ചെയ്യുന്നില്ല. അപ്പൊ ഇവരെല്ലാവരും ആക്സിഡന്റലി നോട്ടീസ് ചെയ്തു. ഈ പുരുഷന്മാർക്ക് എല്ലാവരും ഉദാഹരണം വളരെ ബെറ്റർ ആയി വൺസ് ദേ സ്റ്റാർട്ടഡ് യൂസിങ് മെഡിസിൻ. സോ ഇറ്റ്സ് കോൾഡ് എ ആക്സിഡന്റൽ ഡിസ്കവറി ആൻഡ് ഇറ്റ് ബിക്കം എ ഗ്ലോബൽ ബ്ലോക്ക്ബസ്റ്റർ ഡ്രഗ് അല്ലെ. ഗ്ലോബൽ ബ്ലോക്ക്ബസ്റ്റർ ഡ്രഗ് എന്ന് പറയുന്നത്, അതായത് പറയുന്നത് US ആർമി യൂസ് ടു ബ്രൈബ് അഫ്ഗാനിലെ വാറിലൊക്കെ വെച്ചിട്ട് ബ്രൈബ് ചെയ്യാനായിട്ട് കൊടുത്തിരുന്ന സാധനമാണ് വയാഗ്ര. വളരെ രസകരമായ കാര്യങ്ങൾ ഈ വയാഗ്രയുടെ പിന്നിലുണ്ട്. അപ്പോൾ ഇറ്റ് വാസ് ആൻ ആക്സിഡന്റ് ഡിസ്കവറി. ഇറ്റ് വാസ് ആക്ച്വലി ഒരു നെഞ്ചുവേദനയ്ക്ക് വേണ്ടി വരേണ്ട മരുന്നായിരുന്നു. അവസാനം അത് പെനിസിന്റെ വേദന മാറ്റി എന്ന് പറയാം. അപ്പോൾ അതൊരു ആക്സിഡന്റ് ഡിസ്കവറിയാണ്. പക്ഷെ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് കാർഡിയക് ഫങ്ഷൻ കുറവുള്ള ആൾക്കാരിൽ, അതായത് ഇജക്ഷൻ ഫ്രാക്ഷൻ എന്ന് പറയും, നമ്മുടെ ഹാർട്ടിന്റെ പമ്പിങ് കുറവുള്ള ആൾക്കാരുണ്ടാവും. കാർഡിയക് ഫെയിലറിലൊക്കെ ഉള്ള ആൾക്കാർ കഴിച്ചാൽ അവരിൽ ഈ മരുന്ന് എന്താ ചെയ്യുന്നത്, ബ്ലഡ് വെസൽസിനെയൊക്കെ ഡൈലേറ്റഡ് ആക്കും, വികസിപ്പിക്കും. അപ്പോൾ അവർക്ക് ഹൈപ്പോടെൻഷൻ, BP കുറഞ്ഞു പോവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ജനറലി ഒരു ഹെൽത്തി ആയിട്ടുള്ള മെയിലൊക്കെ വളരെ സേഫ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു മരുന്നാണ്. അതർ സൈഡ് എഫക്ട്സ് ഉണ്ട്, കുറച്ച് തലവേദന ഉണ്ടാവാം, മസിൽ പെയിൻ ഉണ്ടാവാം, ഇത്തരം സൈഡ് എഫക്റ്റുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ വയാഗ്ര ഒരു പ്രിലിമിനറി ഡ്രഗ് ആയിരുന്നു. അതിന്റെ മുകളിൽ കുറെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഡ്രഗുകളൊക്കെ പോകുന്നു. ഇപ്പോൾ വയാഗ്രയ്ക്ക് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടഡലാഫ് എന്നുള്ള മരുന്നാണ്, സിയാലിസ് എന്നുള്ള മരുന്ന്. അതൊക്കെ ലോ ഡോസിൽ ലോങ് ആക്ടിങ് ആയിട്ടുള്ള മരുന്നുകളൊക്കെ ഇപ്പോൾ വന്നു. അപ്പോൾ വയാഗ്ര എന്നുള്ള ഒരു വില്ലനൊന്നുമല്ല. വയാഗ്ര ഇൻ എ പ്രോപ്പർ, അതായത് സെലക്ടഡ് ആയിട്ടുള്ള പേഷ്യൻസിൽ വയാഗ്ര ഓർ ടഡലാഫിൽ ആൻഡ് ഓൾ വർക്ക്സ് വെൽ. ഓക്കെ, ഇറ്റ്സ് വെരി സേഫ് ആസ് വെൽ. ഞാൻ ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു കാര്യം,
ഒരു ഹിന്ദി പോഡ്കാസ്റ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു സ്കിസോഫ്രീനിയുള്ള ഒരു പുരുഷൻ അദ്ദേഹത്തിൻ്റെ പെനീസ് കട്ട് ചെയ്തിട്ട് ടോയ്ലറ്റിലേക്ക് എറിഞ്ഞു. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ അത് കാണുകയാണ്. ഇവർ രണ്ടുപേരും നേരെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ഡോക്ടർ അത് വീണ്ടും ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, പോഡ്കാസ്റ്റിൽ കണ്ടിട്ടുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. എങ്ങനെയാണ് ഒരാൾക്ക് സ്വന്തം പെനീസൊക്കെ ഇങ്ങനെ? ഷിസോഫ്രീനിയ എന്നുള്ളൊരു മെന്റൽ സ്റ്റേറ്റ് ആണ്. ആ ഒരു പ്രോബ്ലത്തില് അങ്ങനെയൊക്കെ ചെയ്യാം. ലൈക്ക് സംതിങ് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇറ്റ്സ് വെരി ടഫ് ടു കട്ട് എ പെനീസ് ആൻഡ് ഓൾ ഫസ്റ്റ് തിങ്, ബട്ട് ഇറ്റ്സ് പോസിബിൾ. അപ്പോൾ ആ ഒരു പോഡ്കാസ്റ്റിൽ ആ ഡോക്ടർ പറഞ്ഞേക്കുന്നത് നമ്മളെ പഴയ ക്ഷൗരം ചെയ്യുന്ന കത്തി ഉണ്ടല്ലോ, ആ കത്തി വെച്ച് കട്ട് ചെയ്യുന്നതാണ്. ഇറ്റ്സ് വെരി ടഫ്, ബട്ട് സീ വേദന ഉണ്ടായിട്ടുണ്ടാവും, അതൊക്കെ ഉണ്ടാവും. പക്ഷെ ആൻഡ് വാട്ട് ദേ ഡൺ ഈസ് അമേസിങ് അല്ലേ. അപ്പോൾ തന്നെ ലൈക്ക് പെനീസിനെ നമ്മൾ ഐസ് പാക്കിലാക്കി, ഡോക്ടർ പറഞ്ഞ അങ്ങനെ ഐസ് പാക്കിലാക്കിയിട്ട് ഹോസ്പിറ്റലിൽ എത്തി. എന്നിട്ട് ഡോക്ടർ നമുക്കത് റീകൺസ്ട്രക്ട് ചെയ്യാം. നേരത്തെ പറഞ്ഞ ഞാൻ പെനൽ ഫ്രാക്ചറിനെ കുറിച്ചൊന്നും സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യാം. ഈ പെനിസിനെ എല്ലാ ഭാഗങ്ങളും, കോർപ്പോറേനെയൊക്കെ രണ്ടാമത് യോജിപ്പിച്ചു, മൂത്രനാളീനെ യോജിപ്പിച്ചു, കുറച്ച് മൈക്രോസ്കോപ്പിന്റെ ഒക്കെ സഹായത്താൽ നമുക്ക് നന്നായി ചെയ്യാവുന്ന ഒരു കാര്യമാണ്. റിസൾട്ട്സ് വിൽ ബി ഗുഡ് ഓൺലി. ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, ഉദ്ധാരണക്കുറവ്, മിക്ക ആണുങ്ങളിലും കാണുന്ന ഒരു സെക്ഷുവൽ ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയുന്നത് ഉദ്ധാരണക്കുറവാണ്. ഇപ്പോഴത്തെ ആണുങ്ങളിൽ കൂടുതലായി ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഇഷ്യൂസ് ഉണ്ട് എന്ന് പറയപ്പെടുന്നു. സിമ്പിളായി പറഞ്ഞാൽ എന്താണ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ? എന്താണ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് വെച്ചാൽ, നമുക്ക് ഒരു പുരുഷന് ഉദാഹരണം ഒരു പ്രോപ്പറായിട്ടുള്ള സെക്ഷൽ കോണ്ടാക്ട്, കോപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു ലെവലിലുള്ള സ്ട്രെങ്ത് ഇൻ പെനിസ് കിട്ടുന്നില്ല ഉദാഹരണത്തിൽ. അതാണ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ. അപ്പോൾ ഈ ഉദാഹരണ പ്രശ്നങ്ങൾ കോമൺ ആണ്. പക്ഷെ ഉദാഹരണ പ്രശ്നങ്ങളുടെ കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ രണ്ട് രീതിയിൽ നമുക്ക് ഉദാഹരണ പ്രശ്നങ്ങളെ തരംതിരിക്കാം. ഒന്നാണ് സൈക്കോജനിക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ. ഒരു അറൗണ്ട് ഒരു 20-25% ആൾക്കാർക്കും സൈക്കോജനിക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ആണ്. അതായത് സ്ട്രെസ് മൂലം, മാനസികമായ അസ്വസ്ഥ്യം മൂലം, പാർട്ട്ണറുമായിട്ടുള്ള പൊരുത്തക്കേടുകൾ മൂലം, ഇതെല്ലാം ഒരു റീസൺ ആണ്. അപ്പോൾ സൈക്കോജനിക്, നമുക്ക് പേടിയുള്ള സമയത്തോ ആങ്ഷൈറ്റി ഉള്ള സമയത്തോ ഉദാഹരണം വരില്ലല്ലോ, വരാൻ ചാൻസേ ഇല്ല. അപ്പോൾ അതാണ് ഒരു 20% to 25% ആൾക്കാരിൽ കാണപ്പെടുന്നത്. ഇത്തരം രോഗികൾ ജനറലി കാണപ്പെടുന്ന ഒരു യങ് ആയ പോപ്പുലേഷൻ ആയിരിക്കും. ഉറക്കക്കുറവുണ്ടാവും, ആങ്ഷൈറ്റി ഉണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും. പിന്നെ ചിലർ പെട്ടെന്ന് തുടങ്ങി, ഇന്നലെ മുതൽ തുടങ്ങി എന്ന് പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പാർട്ട്ണറുമായിട്ട് മാത്രം പ്രശ്നം വരുന്നു, പക്ഷെ അവർക്ക് സ്വയംഭോഗം ചെയ്യുമ്പോൾ അവർക്ക് ഇറക്ഷൻ ഓക്കെയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ക്ലിനിക്കൽ കുറച്ച് ക്യൂസ് കിട്ടും നമുക്ക്. എങ്ങനെയാണ് സൈക്കോജനിക് ആൻഡ് ഓർഗാനിക് ഇഡി. ഓർഗാനിക് ഇഡി എന്ന് വെച്ചാൽ നമുക്ക് റിയലി പ്രോബ്ലം ഉണ്ട്. ഉദാഹരണത്തിനുള്ള പ്രോസസ് എന്ന് വെച്ചാൽ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ബ്രെയിൻ, സിഗ്നലിംഗ് സ്റ്റാർട്ട് ഫ്രം ബ്രെയിൻ, ഇറ്റ് കംസ് ടു സ്പൈനൽ കോഡിലോട്ട് വരുന്നു. അവിടെ കുറച്ച് ന്യൂക്ലിയസുകൾ ഉണ്ട്, ഒരു മോഡുലേറ്റ് ചെയ്യുന്നു. അതിലൂടെ കുറച്ച് നാഡികളിലൂടെയാണ് പെനിസിലോട്ട്, കാവേർണസ് നെർവ്സ് എന്നുള്ള ഒരു നാഡികളിലൂടെയാണ് പെനിസിലോട്ട് നമുക്ക് ഇമ്പൾസ് പോകുന്നത്. യെസ്, ഇറക്ഷൻ വേണം എന്നുള്ള ഇമ്പൾസ് പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പെനിസിലുള്ള ബ്ലഡ് വെസൽസ് ഉണ്ട്. ബ്ലഡ് വെസൽസ് ഡൈലേറ്റഡ് ആവണം, വികസിക്കണം. അപ്പോഴാണ് നമുക്ക് ഇറക്ഷൻ കിട്ടുന്നത്, റിജിഡ് ഇറക്ഷൻ കിട്ടുന്നത്. ഡൈലേറ്റഡ് ആയ മാത്രം പോരാ, ആ ഡൈലേറ്റഡ് ആയിട്ട് ബ്ലഡ് ഫ്ലോ പമ്പ് ചെയ്ത് വന്ന് അത് പിടിച്ചു നിർത്തണം. ആ ഒരു മെക്കാനിസം വീനോ ഒക്ലൂസീവ് മെക്കാനിസം. അപ്പൊ ഈ ഓർഗാനിക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷനിൽ ഈ വരുന്ന പ്രോസസ്സുകളിലൊക്കെ എവിടെയെങ്കിലും ഒരു ചെറിയ താളപ്പിഴകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓർഗാനിക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കാം. ബ്രെയിനിൽ ഉണ്ടാവുന്ന ചെറിയ ട്യൂമേഴ്സ്, ഇഡി ഉണ്ടാക്കാം, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കാം, സ്പൈനൽ കോഡ് പ്രോബ്ലംസ്. അത് കഴിഞ്ഞ് നാഡികളിലോട്ട് എത്തി. നാഡികളിൽ വരുന്ന ഡയബറ്റിസ് പോലുള്ള പ്രോബ്ലംസ് വരുമ്പോൾ നാഡി വീക്കം ഉണ്ടാകും, അതുകൊണ്ടുണ്ടാവാം. ഇനി നേരെ പെനിസിലെത്തി. പെനിസിലുള്ള ബ്ലഡ് വെസൽസിന് ഉണ്ടാവുന്ന അതറോസ്ക്ലോസിസ്, പ്ലേക്ക് ഡെപ്പോസിഷൻ ഇൻസൈഡ് ദ ബ്ലഡ് വെസൽസ്, അതുകൊണ്ട് ഉണ്ടാവാം. അപ്പോൾ ഇതൊരു വെനോക്ലൂസീവ് മെക്കാനിസം അടുത്ത് പറഞ്ഞില്ലേ. അതായത് ബ്ലഡ് ഫ്ലോ വന്ന് ആ ബ്ലഡ് ഫ്ലോനെ പിടിച്ചു നിർത്തണം, പോകാതെ പിടിച്ചിരുത്തണം. അതാ ആ മെക്കാനിസത്തിന്റെ പേരാണ് വീനോക്ലൂസീവ് മെക്കാനിസം. ആ മെക്കാനിസത്തിന് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായാൽ മതി, ലീക്ക്, വീനസ് ലീക്ക് എന്ന് പറയും. ലീക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ദേ വിൽ നോട്ട് ഗെറ്റ് ഗുഡ് ഇറക്ഷൻ വരും, അപ്പൊ തന്നെ പോകും. ഓക്കെ, സി അപ്പോൾ അതും ഡയബറ്റീസിൽ കോമൺ ആണ്, വീനോക്ലൂസീവ് മെക്കാനിസം ഫെയിലിയേഴ്സ്. കാരണം ഫൈബ്രോസിസ് ഒക്കെ ഉണ്ടാവുന്നു, അതുകൊണ്ട് കോമൺ കാരണം ഫോർ എ ഓർഗാനിക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് വെച്ചാൽ ഏറ്റവും കോമൺ കാരണം എന്ന് വെച്ചാൽ ഡയബറ്റീസ് ആണ്, അൺകൺട്രോൾഡ് ഡയബറ്റീസ്. രണ്ടാമത്തത് ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ്, ഒബീസ് ആയിട്ടുള്ള രോഗികൾ. ഇതെല്ലാം ഒരു മൾട്ടി ഫാക്ടോറിയലല്ലേ. ഒരാൾ ഡയബറ്റീസ് ആയിരിക്കും, ഒബീസ് ആയിരിക്കും, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും, കൂടെ സ്മോക്കിംഗ് ഉണ്ടാവും, ബസ് കഴിഞ്ഞു. ഇതൊക്കെയാണ് എല്ലാ ഒരു മൾട്ടി ഫാക്ടോറിയൽ. ഈ ഒന്നിന് കാരണമാവുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു കണക്റ്റഡ് സർക്യൂട്ട് ആണിത്.
ഇതൊക്കെയാണ് ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് കാണുന്ന ഒരു ഉദാഹരണ പ്രശ്നങ്ങളുടെ പ്രധാനമായിട്ടുള്ള കാരണം.